ഹായ് ഫ്രണ്ട്സ്, പൃഥ്വിരാജ് കുമാറിനെ നായകനാക്കി കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ വിലായത് ബുദ്ധ എന്ന സിനിമയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയെ പറ്റി ഇതിനോടകം പലരും ഒരുപാട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതലും നെഗറ്റീവ് അഭിപ്രായങ്ങളാണ്. പക്ഷേ ശരിക്കും നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സിനിമയ്ക്ക് എന്തൊക്കെ നല്ല വശങ്ങളുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഷമ്മി തിലകനെ പറ്റിയും പൃഥ്വിരാജിനെ പറ്റിയുമാണ് കൂടുതൽ ആളുകൾക്കും പറയാനുള്ളത്. പക്ഷെ നമുക്കാദ്യം ഈ സിനിമയിലെ നായികയിൽ നിന്നും തുടങ്ങാം. പ്രിയമദ കൃഷ്ണൻ 2019 മുതൽ മലയാള സിനിമയിൽ ഉണ്ടെങ്കിലും അവരുടെ 9ാമത്തെ സിനിമയായിട്ടുള്ള നരിവേട്ടയാണ് ആദ്യത്തെ ബ്രേക്ക് ത്രൂ ഫിലിമായിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ട് അവർ അറിയപ്പെടാൻ പോകുന്നത് വിലായത്ത് ബുദ്ധയിലെ ചോലക്കൽ ചൈതന്യ ആയിട്ടായിരിക്കും. തൻ്റെ 10ാമത്തെ ചിത്രത്തിൽ ശരിക്കും അവർ വരവറിയിച്ചിട്ടുണ്ട്. നായകനോടൊപ്പമോ അതിനേക്കാളുമോ ഗട്ട്സുള്ള കരുത്തിട്ട ഒരു നായിക കഥാപാത്രത്തെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. മാതൃഭൂമി ബുക്സ് 2020 പബ്ലിഷ് ചെയ്ത ഇതിനോടകം ഒരുപാട് പേരെങ്കിലും വായിച്ചു കഴിഞ്ഞ ഒരു കഥയുടെ ദൃശ്യാവിഷ്കാരം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോ വായനക്കാരനും അവരവരുടെ പെർസ്പെക്റ്റീവിലാണ് ഈ കഥ വായിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു ഓഡിയൻസിലേക്ക് ഒരു കഥയുടെ വിഷ്വൽസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരുപാട് റിസ്ക്കുള്ള ഒരു കാര്യമാണ്. പക്ഷേ 3 മണിക്കൂർ തികച്ചുമുള്ള ഈ സിനിമയിൽ നിന്നും സെക്കൻഡ് ഹാഫിന്റെ ആദ്യ ഭാഗങ്ങളിൽ കുറച്ച് സീനുകൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഏതാണ്ട് 2.5 മണിക്കൂറോളം തികച്ചും എൻഗേജ്ഡ് തന്നെയാണ്. അതിൽ റൊമാൻസും ഫൈറ്റ്സും സെന്റിമെന്റ്സും പ്രകൃതി ഭംഗിയും എല്ലാം മാറി മാറി വരുന്നുമുണ്ട്. അടുത്തതായി ഷമ്മി തിലകൻ. ഒരുപാട് നാളുകൾക്ക് ശേഷം തിലകൻ ചേട്ടനെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും ഉറപ്പായിട്ടും തോന്നും. അത്രയ്ക്ക് ഗംഭീര പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ നോവലിന്റെ പ്രമേയത്തിന്റെ അടിത്തറ വിലായത്ത് ബുദ്ധയും അതിന്റെ സംരക്ഷകന് വിലായത്ത് ബുദ്ധയുമായിട്ടുള്ള ബന്ധവും തന്നെയാണ്. അത് തന്നെയാണ് സിനിമയുടെയും അന്തസത്ത. അപ്പോൾ തീർത്തും ഉത്തരവാദിത്തത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു റോളാണ് ഷമ്മി തിലകന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം അത് വളരെ വൃത്തിയായി ആളുടെ കഴിവിന്റെ പരമാവധി എടുത്തു ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും ഇനിയും ഒരുപാട് വ്യത്യസ്തരായ ക്യാരക്ടറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സിനിമ ഷമ്മി തിലകന് കുറച്ചധികം മൈലേജ് കൊടുക്കുമെന്നത് ഉറപ്പാണ്. ഷമ്മി ഹീറോ തന്നെയാണെന്ന് അക്ഷരം തെറ്റാതെ പറയാം. അപ്പം നമ്മുടെ ഷോർട്ട് റിവ്യൂ ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് റിവ്യൂസ് മാത്രം കണ്ട് നല്ല സിനിമകൾ കാണാതിരിക്കരുത്. ഈ സിനിമയ്ക്ക് പോരായ്മകൾ ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ഒരു കുടുംബ പ്രേക്ഷകന് അത്യാവശ്യം എൻഗേജ്ഡായി കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു ആവറേജ് നല്ല പടം തന്നെയാണ് വിലായത് ബുദ്ധ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി നമുക്കിനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് പ്ലീസ് ഫോളോ ഫോർ മോർ.